നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് 3-ാം ദിനം. ഇതുവരെ 120 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ സ്വർണ്ണ കപ്പിനായി കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തൊട്ടുപിന്നിൽ ആതിരായ തൃശ്ശൂരുമുണ്ട്. ഹൈസ്കൂൾ വിഭാഗം, നാടകമടക്കം പല മത്സരങ്ങളും ഇന്നലെ രാത്രി വൈകിയാണ് അവസാനിച്ചത്. 3-ാം ദിനം വേദികൾ ഉണരുമ്പോൾ 1-ാം വേദിയിൽ ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടിയാണ് ആദ്യ മത്സര ഇനം. ഹയർ സെക്കൻഡറി വിഭാഗം ചവിട്ടുനാടകം, ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യം, പൂരക്കളി, നങ്ങിയാർ കൂത്ത് തുടങ്ങിയ നിരവധി മത്സരങ്ങളും ഇന്നുണ്ട്. ഗോത്രകലകൾ വേദി മുന്നിൽ നടക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം പുലയാട്ടമാണ് ഇന്നത്തെ മത്സരം. കൊല്ലത്തെ സായി സ്പോർട്സ് ഹോസ്റ്റലിൽ 2 കായിക വിദ്യാർത്ഥികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. +2, 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ സാന്ദ്ര, വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ഹോസ്റ്റലിലെ മുറിയിലെ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. തിരുവനന്തപുരം, കോഴിക്കോട് സ്വദേശികളാണ് മരിച്ച വിദ്യാർത്ഥികൾ. ഇന്ന് രാവിലെ 5 മണിയോടെയാണ് പരിശീലനത്തിന് പോകാനായി വാർഡനും മറ്റു വിദ്യാർത്ഥികളും ഇവരുടെ മുറിയിൽ തട്ടി വിളിച്ചെങ്കിലും വാതിൽ തുറന്നില്ല. തുടർന്ന് വാതിൽ തള്ളി തുറന്ന് മുറിക്കുള്ളിലെ ഫാനുകൾ തൂങ്ങി മരിച്ച നിലയിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഹോസ്റ്റലിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യ ഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. വിശദമായ വാദം ജാമ്യ ഹർജിയിൽ ഉണ്ടാകും. കേസ് അന്വേഷിക്കുന്ന SITയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ജാമ്യ വിഷയത്തിൽ കോടതി തീരുമാനം പറയുക. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ രാഹുലിനെ പീഡനം നടന്നതായി പറയപ്പെടുന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുത്തിരുന്നു. ചോദ്യം ചെയ്യൽ അടക്കം രാഹുൽ സഹകരിക്കുന്ന കാര്യം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കോടതിയെ ബോധ്യപ്പെടുത്തും. അതേസമയം നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ് എന്ന ആരോപണം തെളിയിക്കാനാകും പ്രതിഭാഗത്തിന്റെ ശ്രമം. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് കേസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും കോൺഗ്രസ് പ്രവർത്തകനുമായ ഫെനി നയനെതിരെയാണ് കേസെടുത്തത്. യുവതി നൽകിയ പരാതിയിലാണ് പത്തനംതിട്ട സൈബർ പോലീസിന്റെ നടപടി. യുവതിയുടെ ചാറ്റുകൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയാണ് ഫെനി നയൻ അധിക്ഷേപ പോസ്റ്റ് ഇട്ടത്. കസ്റ്റഡിക്ക് ശേഷം രാഹുലിനെ തിരികെ ജയിലിലെത്തിക്കുമ്പോൾ ഇന്നലെയും BJP യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോടതിയിൽ ഹാജരാക്കും മുമ്പ് ഇന്നലെ ഉച്ചയ്ക്ക് രാഹുലിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പോലീസ് സംഘം വൈദ്യപരിശോധന നടത്തി. കഴിഞ്ഞ ദിവസത്തെ വൻ പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ആശുപത്രിയിൽ പ്രതിഷേധക്കാരും ഉണ്ടായിരുന്നില്ല. വൈദ്യപരിശോധനയ്ക്ക് കയറും മുമ്പ് മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും രാഹുൽ പതിവ് മൗനം തുടർന്നു. വൈദ്യപരിശോധന പൂർത്തിയാക്കി ഉച്ചയോടെയാണ് പോലീസ് സംഘം രാഹുലിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയത്. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതി രാഹുലിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചപ്പോൾ രാഹുലിനെതിരെ BJP യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു. രാഹുലുമായി എത്തിയ പോലീസ് വാഹനത്തിനെതിരെ ചീമുട്ട ഏറുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയതിന് കേസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും കോൺഗ്രസ് പ്രവർത്തകനുമായ ഫെനി നയനെതിരെയാണ് കേസെടുത്തത്. യുവതി നൽകിയ പരാതിയിലാണ് പത്തനംതിട്ട സൈബർ പോലീസിന്റെ നടപടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠർ രാജീവരെ ദോരപാല കേസിലും അറസ്റ്റ് ചെയ്യും. കട്ടളപ്പാളി കേസിൽ അറസ്റ്റിലായ തന്ത്രിയെ ജയിലിലെത്തിയാകും SIT സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുക. കോടതിയിൽ നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രസാദിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. 2 ദിവസം നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് SIT നീക്കം. LDF സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ CPMന്റെ ഭവന സന്ദർശനം ആരംഭിച്ചു. CPM ജനറൽ സെക്രട്ടറി MA ബേബി മറ്റു നേതാക്കൾക്കൊപ്പം തിരുവനന്തപുരത്ത് ഗൃഹസന്ദർശനം നടത്തി. ജനുവരി 22 വരെ ഒരാഴ്ചയാണ് ഗൃഹസന്ദർശനം നടത്തുക. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് നല്ല മതിപ്പുണ്ടെന്ന് ഭവന സന്ദർശനത്തിന് പിന്നാലെ MA ബേബി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഏറ്റവും പ്രധാനം മനുഷ്യന് സമാധാന ജീവിതം നയിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരു ദ്വീപ് പോലെയാണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരേന്ത്യയിലുള്ള സുഹൃത്തുക്കൾ തങ്ങളുടെ റിട്ടയർഡ് ലൈഫ് കേരളത്തിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും കലാപങ്ങളും വർഗീയ ലഹളകളും അസ്വസ്ഥതകളും ഒക്കെയാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെന്നും അദ്ദേഹം പറഞ്ഞു. ചില കാര്യങ്ങൾ ആശയക്കുഴപ്പങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കള്ളന്മാരാണെന്ന തരത്തിൽ പാരഡി ഗാനം പ്രചരിപ്പിക്കുകയാണ് UDF എന്നും അദ്ദേഹം പറഞ്ഞു. എന്ത് വലിയ അസംബന്ധമാണിത്. പാരഡി ഗാനമായ രാഷ്ട്രീയ പ്രവർത്തനത്തെ വെട്ടിച്ചുരുക്കിയ UDF സമീപനം ചില സ്ഥലങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭവന സന്ദർശനത്തിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ടെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. ആടാട്ട് തിരിച്ചുപിടിച്ച അനിൽ അക്കരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങിയേക്കുമെന്ന് സൂചന. 5 വർഷം മുമ്പ് വടക്കാഞ്ചേരിയിൽ പരാജയപ്പെട്ട് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് തീരുമാനിച്ച അനിൽ അക്കരെ തിരിച്ചുവരവുള്ള ഒരുക്കത്തിലാണ്. ആടാട്ട് തിരിച്ചുപിടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായ അക്കരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങുമെന്നാണ് സൂചനകൾ. 2014 തൃശൂർ കോൺഗ്രസിലെ അവസാന വാക്കായ CN ബാലകൃഷ്ണന്റെ എതിർപ്പ് മറികടന്നാണ് ഉശരൻ നേതാവ് അനിൽ അക്കരെ കോൺഗ്രസ് വടക്കാഞ്ചേരിയിൽ ഇറക്കിയത്.
ആടാട്ട് പഞ്ചായത്തിൻ്റെ സാരഥിയായി നിരവധി പുരസ്കാരങ്ങൾ നേടിയ ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ തിളങ്ങിയ അക്കരെ 41 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം പിടിച്ചെടുത്തത്. തുടർന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരെ അഴിമതിയുടെ പോർമുഖം തുറന്ന് തളരാത്ത പോരാടിയ അനിൽ അക്കരെയാണ് നിയമസഭയിൽ കണ്ടത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ വീട് വിവാദത്തിൽ സർക്കാരിനെ പ്രതികൂട്ടിൽ തളച്ചെങ്കിലും വീട് മുടക്കിയെന്ന പേര് ചാർത്തി അനിൽ അക്കരയെ CPM പൂട്ടി. 2021 അനിൽ അക്കരയ്ക്കെതിരെ എതിരാളികളുടെ ഏറ്റവും വലിയ പ്രചരണ ആയുധം പാവപ്പെട്ടവർക്കുള്ള ഭവന പദ്ധതി അട്ടിമറിച്ചെന്ന ആരോപണമായിരുന്നു. വോട്ടെണ്ണിയപ്പോൾ CPMന്റെ സേവിയർ ചിറ്റലപ്പള്ളി ഈസിയായി ജയിച്ചു കയറി. മണ്ഡലവും പാർട്ടിയും കൈവിട്ടപ്പോൾ തീർന്നെന്ന് കരുതിയ രാഷ്ട്രീയ ജീവിതം ഒന്നേന്ന് തുടങ്ങുകയായിരുന്നു അനിൽ അക്കരെ. ആടാട്ടിലേക്ക് തിരിച്ചുപോയി പഞ്ചായത്ത് പിടിച്ച് വീണ്ടും പ്രസിഡന്റായി പകുതി നിർത്തിപ്പോയ പദ്ധതികൾ പൊടിതട്ടി എടുത്ത് ആടാട്ടിനെ വീണ്ടും മാതൃകാ പഞ്ചായത്ത് ആക്കാനുള്ള ഒരുക്കത്തിലാണ്. ബിരുദ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ആദ്യമായി ആടാട്ട് മെമ്പറായ അനിൽ അക്കരെ. എന്നാൽ പോരാളിയായ നേതാവിൻ്റെ മേൽ കോൺഗ്രസ് പാർട്ടിയുടെ പദ്ധതികൾ വേറെ ചിലതാണ്. CPM ജില്ലയിൽ ഇറക്കാൻ സാധ്യതയുള്ള തുറുപ്പു ചീട്ടുകളെ വെട്ടാനുള്ള നിയോഗമാവും ഇത്തവണ അനിൽ അക്കരയ്ക്ക്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് 6 ബിന്ദു മാറി നിന്നാൽ ഭർത്താവ് വിജയരാഘവൻ കുന്നംകുളത്ത് മത്സരിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ വിജയരാഘവനെ തളയ്ക്കാനുള്ള നിയോഗം അനിൽ അക്കരയ്ക്ക് വന്നേക്കാം. മണലൂരിലെ പ്രൊഫസർ C രവീന്ദ്രനാഥിനെ CPM ഇറക്കുമെന്ന് ചർച്ചകൾ സജീവമാണ്. TN പ്രതാപൻ മണലൂരിൽ മത്സരിച്ചില്ലെങ്കിൽ രവീന്ദ്രനാഥിനെ നേരിടാനും കോൺഗ്രസ് പരിഗണിക്കുന്നത് അനിൽ അക്കരയെ ആണ്. പാലക്കാട് മംഗലാം ഡാം തളിയേക്കൽ ആദിവാസി ഉന്നതിയിൽ അയൽവാസിയുടെ വെട്ടേറ്റ് കുടുംബനാഥൻ കൊല്ലപ്പെട്ടു. തളിയേക്കൽ ഉന്നതിയിലെ രാജമണിയാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ രാഹുലാണ് കൊലപ്പെടുത്തിയത്. കൊലപാതക ശേഷം കാട്ടിലേക്ക് കയറിയ പ്രതിയെ ഇന്ന് പുലർച്ചെ പിടികൂടി. വ്യാഴാഴ്ച രാത്രി 9 മണി കൂടിയാണ് സംഭവം നടന്നത്. കണ്ണൂർ പയ്യാവൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച 17കാരുടെ കിഡ്നി അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കെട്ടിടത്തിൽ നിന്ന് വീണ് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ പയ്യാവൂർ സീക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി അയോന മോൻസൺ ഇനി 5 പേർക്ക് പുതുജീവനേകും. കേരളത്തിലെ SIRന് ശേഷമുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വൈകിയേക്കും. SIRക്കാരുടെ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പരാതി ഉന്നയിക്കാനുള്ള സമയം നീട്ടി നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഈ മാസം 22 വരെയായിരുന്നു ഇതിനുള്ള സമയപരിധി. പട്ടികയിൽ നിന്ന് ഒഴിവായവർക്ക് കൃത്യമായ വിവരം ലഭിക്കൽ രാഷ്ട്രീയ പാർട്ടികൾ പരാതി ഉന്നയിച്ചതിനാണ് സുപ്രീം കോടതി നിർദ്ദേശം. 1-2 ആഴ്ച കൂടി നീട്ടുന്ന പരിഗണിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.